ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് വിലയിൽ ഒരു വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയായി കിഴക്കമ്പലം എന്ന സ്ഥലത്താണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരുന്ന ഒരു വില്ലയാണിത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ഒരു കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച വീടാണ്. ഈ വീടിൻ്റെ A to Z ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയ വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് 5 മീറ്റർ വിടുത്തുള്ള ഈ കാണുന്ന ടൈൽഡ് റോഡുകളാണ്. കുറച്ചധികം വീടുകളുടെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. കുറച്ച് വീടുകൾ ഒരു ബഡ്ജറ്റ് വിലയിൽ വരുന്നതാണ്, കുറച്ച് വീടുകൾ കുറച്ച് വില കൂടിയ വീടുകളുമാണുള്ളത്. ഇവിടെ നമുക്ക് 2-3 വീടുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിലൊരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വരാം. എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ബാൽക്കണിയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കാണാം. ഒരു ടെറാക്കോട്ട ജാളികൾ നൽകിയിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സിമൻറ്റ് ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് വീടിന് വരുന്നത്. വീടിൻ്റെ മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു 4-way LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഗേറ്റ് ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്ലൈഡിങ്ങിലായിട്ടുള്ള ഒരു സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ച ഗേറ്റ് കാണാം. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റ് ഉണ്ട്. അത് ഫോൾഡിംഗ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. 2 രീതിയിൽ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും. ഈ ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് അകത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് വെച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാർ പോർച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ ഭാഗമായിട്ടൊരു വലിയ പില്ലർ വരുന്നുണ്ട്. അതേ സെയിം പാറ്റേണിൽ തന്നെ വലിയൊരു പില്ലറാണ് സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ടും വരുന്നത്. ഈ ഭാഗത്തേക്ക് നമുക്ക് ചെറിയ ഒരു 2 വീലർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മാത്രമാണ് ലഭ്യമാകുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഇവിടെ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ ഭാഗത്ത് വരുന്നത് ടൈലാണ്. ഇവിടെ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഇട്ട ഒരു പർഗോള നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. വലിയ 2 പാളികളായിട്ട് നിർമ്മിച്ച മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ. ഗ്ലോസി ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഡോറുകളാണ് 2 ഹാൻഡിലും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഈ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 12-11 വലിപ്പമുള്ള ഒരു സ്പേസാണ് ഇവിടെ. നമ്മൾ നേരത്തെ കണ്ട ഒരു പർഗോള ഡിസൈൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ജനൽ നൽകിയിട്ടുണ്ട്. പഴയ ജനലുകളുടെയൊക്കെ ആ അഴികൾ, റൗണ്ട് ഷേപ്പുള്ള അഴികൾ പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം ബോർഡർ വർക്കുകളും നൽകിയിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള TV യൂണിറ്റാണ് വരുന്നത്. ഇവിടെ ഒരു മാർബിൾ ഡിസൈനിൽ വരുന്ന ഒരു പാനൽ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്യൂരിയോസ് വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഭാഗം വാഷ് കൗണ്ടറാണ്. വാഷ് കൗണ്ടർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഇത് നൽകിയിട്ട് അവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൾട്ടിവുഡിൽ CNC മെഷീനിൽ കട്ട് ചെയ്ത ഒരു ഡിസൈൻ വർക്ക് നമുക്ക് നോക്കിയാൽ അറിയാം. സ്റ്റേബിൾ ടോപ്പ് ഒരുക്കുന്നത് ഗ്രാനൈറ്റാണ്. ഇവിടെ ഒരു നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഒരു ടാപ്പും ഇവിടെ ഒരു ടവൽ റാഡും. വാനിറ്റി കൗണ്ടർ 2 ഡോറുകളായിട്ട് അതും നൽകിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ ഭംഗിയുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് വരുന്നത്. അവിടെ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കടന്നു വരാം നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റാണ്. ഇവിടെ എല്ലാം കബോർഡുകൾ വരുന്നുണ്ട്. താഴെയും മുകളിലും കബോർഡുകൾ വരുന്നുണ്ട്. ഇതൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്പേസ് ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷുള്ള സിങ്കാണ്. 2 ടാപ്പുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് അതിൻ്റെ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും നൽകിയിട്ടുണ്ട്. കിച്ചന് പുറത്തായിട്ടൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള സ്പേസാണ്. അതിന് തൊട്ട് ചേർന്നായിട്ട് കിണറിൻ്റെ സൗകര്യവും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. അതിൻ്റെ സൗകര്യവും ഇവിടെ നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ വരുന്നത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൻ്റെ ഡോർ ഇതാണ് നൽകിയിരിക്കുന്നത്. ഇത് ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഡോർ തുറന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ബെഡ്റൂം സ്പേസ്. വൈറ്റ് കളർ ടൈല് തന്നെയാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ്. 2 വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഫോൾ സീലിംഗ് ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫോൾ സീലിംഗ് ആവശ്യമില്ലാത്ത ധാരാളം ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് ഈ വീട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള വീട്
ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവുമുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലുകൾ മൈൽഡ് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഫുൾ ബോഡി ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ കാർ പോർച്ചിൻ്റെ പുറകിൽ നിന്ന് കണ്ട ജനലാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വഴി മുകളിലെ അപ്പർ ലിവിങ് സ്പേസ് കാണാം. ഒരുപാട് വലിയ അപ്പർ ലിവിങ് സ്പേസ് അല്ല ഇവിടെ വരുന്നത്, ഒരു എൽ ഷേപ്പിലുള്ള അപ്പർ ലിവിങ് സ്പേസ്. നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആണ് വരുന്നത്. ഇവിടെ ബെഡ്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള എല്ലാ ബെഡ്റൂമുകൾക്കും വലിപ്പമുണ്ട്. ഇവിടെ 3 ഡോറിൻ്റെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഓരോ പാളികളുള്ള ജനലും നൽകിയിട്ടുണ്ട്. വീട് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ പറയാനില്ല. ഇവിടെ നമുക്ക് ബാത്റൂമിൻ്റെ ഡോറാണ്, PVC ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം നോക്കാം. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഈ എല്ലാ ബെഡ്റൂമും വലിപ്പമുള്ളത് തന്നെയാണ്. അതുപോലെ എല്ലാ ബെഡ്റൂമിനും 2 ജനലുകൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഒരു 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റും നല്ല വെന്റിലേഷനും വീടിൻ്റെ അകത്ത് ലഭ്യമാകുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്. അതും നല്ല വിശാലമായിട്ട് എല്ലാ ബാത്റൂമുകളും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ഈ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അത് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് എല്ലാ വീടിനും വെക്കുന്നത് വാഷിംഗ് മെഷീൻ വെക്കുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. ഇവിടെ ഈ വീടിനും അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ വെള്ളം വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടി മാത്രമാണ് നമുക്ക് ഈ വീടിനെ കാണാനുള്ളത്. ഈ ഡോർ തുറന്നാൽ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ബാൽക്കണി. ഹാൻഡ് റെയിൽ പാരപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലെ ഡിസൈനിലാണ്. ഇവിടെ ഒരു ടെറാക്കോട്ട ജാലികളുടെ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ലൊരു ബാൽക്കണിയാണ് ഈ വീടിന് വരുന്നത്. 3 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് കിഴക്കമ്പലത്താണ്. ഈ വീടിന് 3 ബെഡ്റൂമുകളാണുള്ളത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ആയിരിക്കും ദൂരം വരുന്നത്. ചാർട്ടർ സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുമാണ് ഈ വില്ല വരുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. വേണമെങ്കിൽ വാട്ടർ കണക്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 53 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.